വരുൺ, നിന്നോട് എത്ര മണിക്കാ വരാൻ പറഞ്ഞേ? സോറി കുറച്ച് ലേറ്റായി പോയി. എനിക്ക് ചായ പറഞ്ഞില്ലേ? എനിക്കൊരു ചായ വേണം. ചേട്ടാ ചേട്ടാ, ഒരു ചായ കൂടി. പിന്നെ ഞാൻ പറഞ്ഞത് ഏകദേശം തനിക്ക് മനസ്സിലായില്ലേ? മുഴുവനായിട്ട് മനസ്സിലായി. അതാ പറ്റില്ല എന്ന് പറഞ്ഞു. നോക്ക്, നമുക്ക് രണ്ടുപേർക്കും ഒരേ പ്രോബ്ലം. നമ്മുടെ വീട്ടുകാരോട് നമുക്ക് ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ അവർ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് വീട്ടിൽ പറയുന്നു. ഞാൻ ഓക്കെ പറയില്ല. ഈ മുറപ്പെണ്ണിനെ കെട്ടുന്നൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. എനിക്ക് താല്പര്യമില്ല. അത് നീയാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. ഓ, തന്നോട് തന്നെ കെട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് വീട്ടുകാരുടെ മുമ്പിൽ ഒന്ന് അഭിനയിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ താൻ്റെ പൊട്ടനാണോ? ഞാൻ അത്രയും നേരം പറഞ്ഞ ഒന്നും മനസ്സിലായില്ലേ? നമ്മൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ തൽക്കാലത്തേക്ക് ഒന്ന് കൂളാകും. പിന്നെ കല്യാണം നമുക്ക് 2 വർഷം കഴിഞ്ഞ് മതി എന്ന് പറയാം. ആ 2 വർഷം കൊണ്ട് എനിക്ക് എൻ്റെ പാഷനും സെറ്റാക്കാം, നിനക്ക് നിൻ്റെ കരിയറും സെറ്റാക്കാം. വീട്ടുകാരുടെ ശല്യം ഉണ്ടാവില്ല. കൊള്ളാം, നല്ല ഐഡിയ. എന്നിട്ട് 2 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഐഡിയ ഉപയോഗിക്കണം. ഇതെൻ്റെ മാത്രം പ്രോബ്ലം അല്ല, നമ്മുടെ രണ്ടുപേരുടെയാ. സാർ, ബില്ലെടുക്കട്ടെ? ആ, എടുത്തോ. നിനക്കൊന്ന് പതിയെ പറഞ്ഞൂടെ? ഈ നാട്ടുകാരെ മൊത്തം അറിയിക്കൂ. വാ, എണീക്ക്. വരുന്നില്ലേ? അവിടെ തന്നെ ഇരിക്കണോ? ആ, എന്ത്? ഒന്നുമില്ല. പറഞ്ഞ ഞാൻ കേട്ടില്ല. പതിയെ പറഞ്ഞ ഞാനെങ്ങനെ കേൾക്കാനാ? പതിയെ പറഞ്ഞാൽ പറഞ്ഞത് കേൾക്കില്ല. ഉറക്കെ പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കേൾപ്പിക്കാനാണോ? എന്തൊരു മനുഷ്യനാണ് ഈശ്വര. അത് പിന്നെ കറക്റ്റായിട്ട് പറയണ്ടേ? എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ആ, എന്നാ ചോദിക്കേ. നമ്മൾ കള്ളം പറയുന്നതാണെന്ന് വീട്ടുകാർ മനസ്സിലാക്കിയാൽ എന്തു ചെയ്യും? ഞാനാണെങ്കിൽ ഇതുവരെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ബാക്കപ്പ് എന്താ ഉള്ളത്? ബാക്കപ്പ് എന്താ ഉള്ളതെന്ന്? ബാക്കപ്പ് ഒന്നുമില്ല, എല്ലാം നമ്മുടെ ആക്ടിങ് പോലെ ഇരിക്കും. എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരാം, അതേപോലെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? കൊള്ളാക്കരുത്. ആ, സ്മൈൽ. ഇതങ്ങോട്ട് വെക്കേ, അങ്ങോട്ട് വെക്കേ.
നീ പറഞ്ഞ പോലെ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തതല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ ഒരു ബാക്കപ്പ് വേണമെന്ന്? എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? എല്ലാം നിൻ്റെ ഐഡിയ ആയിരുന്നില്ലേ? അതെ, പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയോ? ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതല്ലേ നിൻ്റെ ഐഡിയ ഒന്നും വേണ്ടാന്ന്? അതിന് താനും ചൂടായിട്ട് എന്താ കാര്യം? താൻ തന്നെയല്ലേ താലി കെട്ടിയത്? അത് പിന്നെ മണ്ഡപത്തിൽ വെച്ച് വേറെ എന്ത് ചെയ്യാനാ? ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. അപ്പം അത് തന്നെയല്ലേ എൻ്റെ അവസ്ഥ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തോ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാവിലെ തൊട്ട് ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത്? അല്ല, രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി. എന്ത് ചുറ്റിക്കളി? അതൊക്കെ നിനക്ക് വെറുതെ തോന്നാ? കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല. ഓ, കല്യാണത്തിൻ്റെ അന്നേ പല വെപ്രാളം കാണും. അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. പോയെ ഹോ, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാ? എന്തായാലും രണ്ടാക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ഈ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കും. ഈ കല്യാണം നടത്താനുള്ള ഒരു അടിപൊളി ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. എന്ത്? അതൊക്കെ നീ കണ്ടോ. ബാക്കപ്പ് ഒന്നുമില്ല, എല്ലാം നമ്മുടെ ആക്ടിങ് പോലെ ഇരിക്കും. എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരാം, അതേപോലെ ചെയ്താൽ മതി.